ഹലോ, കുക്കിംഗ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളിത് കണ്ടിട്ടുണ്ട്, നിങ്ങളും വീഡിയോ കണ്ട ശേഷം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഉണ്ടാക്കേണ്ട ഫുഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു തക്കാളി ഉണ്ടാക്കണം, ക്യാരറ്റും പച്ചമുളകും ഓരോരു മുറി ഉള്ളിയും മുട്ടുണ്ട്. അതൊക്കെ നല്ല കഴുകി ക്ലീനായി കട്ട് ചെയ്ത് വെക്കുക. മുട്ട ആവശ്യത്തിന് വേണം. ഒരു പാത്രത്തിൽ നമ്മളതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം, ഈ മാഗി ഇതിലേക്ക് പൊടിച്ചിട്ട് ആഡ് ചെയ്യണം. വെള്ളം ചൂടാകണം, നല്ല വെള്ളം ചൂടാകുന്നത് വെയിറ്റ് ചെയ്യണം. ഈ പാത്രത്തിൽ നമ്മൾ 1.5 ഗ്ലാസ്സാണ് വെള്ളം എടുത്തിട്ടുള്ളത്. വെള്ളം വരുന്നുണ്ട്, നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മാഗി പൊട്ടിച്ചിട്ട് ഇടണം. നല്ലവണ്ണം ഈ മാഗി ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇപ്പുറത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു കടായി വെക്കുക. എന്നിട്ട് നമുക്ക് കടായി ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. മാഗി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം, വരുന്നേരം നമ്മൾ ഇളക്കി നോക്കുക. കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത സവാളയും ടൊമാറ്റോയും ക്യാരറ്റും പച്ചമുളകൊക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് സ്പൂണെടുത്ത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മളിതാ മാഗി തിളച്ച് നല്ലോണം വേവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നവരെ വയ്ക്കുക. അതുപോലെ തന്നെ ക്യാരറ്റും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടില്ലാതെ നല്ലവണ്ണം ഇളക്കി വയ്ക്കുക. ചെറിയൊരു പിഞ്ച് ഉപ്പിടണം. നമ്മളെല്ലാം വാടി വരുന്നവരെ വയ്ക്കാൻ. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, മസാലയൊക്കെ ഉണ്ടാവും. അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയ ശേഷം നമ്മളിതാ മാഗി വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതൊക്കെ പാകമായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് അതിലേക്ക് ഒഴിക്കണം. നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒഴിച്ച ശേഷം നമ്മളിതാ മാഗി ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ അതിലേക്ക് വാടിയ ശേഷം അതിലേക്ക് നമ്മൾ മാഗി വേവിച്ചതിലേക്കിട്ട് മാഗീൻ്റെ പൊടി അതിലേക്ക് ഇടുക. മാഗി പൊടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് ചേർത്തിട്ട് നല്ല യോജിപ്പിക്കുക. എല്ലാം കൂടി ഒന്നിച്ച് യോജിപ്പിച്ച ശേഷം അത് നമ്മൾ ഒരു പാത്രത്തിൽ ഒരു മുട്ട എടുത്ത് നല്ലോണം ഉടച്ചിട്ട് അതിലേക്ക് കുരുമുളക് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്ത് വെക്കുക. ആ ബീറ്റ് ചെയ്ത് നല്ല ലെവലായ ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ മാഗി ക്യാരറ്റും സവാളയും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള അതൊക്കെ ഇട്ടിട്ടുള്ള മാഗി ഇതിലേക്ക് ചേർക്കുക. ഈ മുട്ടയിലേക്ക് ആഡ് ചെയ്യുക. ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ വെച്ച മാഗി കൂട്ടൊക്കെ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം പെർഫെക്റ്റായിട്ട് ഒന്ന് ലെവലാക്കി സ്പൂൺ കൊണ്ട് ഇതാക്കിയിട്ട് മൂടി വേവിച്ച ശേഷം ഒരു സെക്കൻഡ് കൊണ്ട് മൂടിത്ത ശേഷം നമ്മളൊരു പാത്രം സെർവ് ചെയ്യുക. നല്ല അടിപൊളി മാഗി മുട്ട ഓംലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരിക. പ്ലീസ് റിക്വസ്റ്റ്, നിങ്ങളും വീഡിയോ ഒന്ന് കണ്ട ശേഷം ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ഓൺ ചെയ്യുക. പ്ലീസ്. വീണ്ടും കാണാം നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ.